ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്ത് എടുക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് IFBയുടെ മൈക്രോവേവ് ഓവനാണ്. കൺവെൻഷനും ഗ്രില്ലും എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. 2 ബ്രസ്റ്റിൻ്റെ പീസസും 2 ലെഗ് പീസസുമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് പറയണില്ല. അപ്പോൾ നമുക്കിനകത്തിലേക്ക് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കണം. അറിയാമല്ലോ, കാശ്മീരിക്ക് എരിവ് കുറവാണ്. ഇവിടെ കൂടുതലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് ചില്ലി പൗഡർ എടുക്കുക. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് കളറും കൂടി ആവും. നല്ല കളറാണ്, എരിവ് കുറവാണ് കാശ്മീരി ചില്ലി പൗഡറിന്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയോ അതുപോലെ ചിക്കൻ മസാല പൗഡറോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചിട്ട് അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അതായാലും കുറച്ചുകൂടി നല്ല മണമാണ്. എക്സ്ട്രാ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കർഡ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കർഡ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് അനുസരിച്ച് എടുക്കുക. അപ്പോൾ ലെമൺ ജ്യൂസിൻ്റെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ കർഡ് ഒരു 1/2 കപ്പ് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ലെമൺ ജ്യൂസ് അങ്ങ് ചേർക്കാൻ പോവാണ് 4 ടേബിൾ സ്പൂൺ. കാരണം ഇവിടെ തൈര് ഇരിപ്പില്ല, അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ എടുത്തത്. അപ്പോൾ തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആയതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് റെഡ് കളറൊന്നും ചേർക്കേണ്ടി വരത്തില്ല. കാരണം അത്യാവശ്യം നല്ല റെഡ് കളർ കാണും. എരിവും കുറവായിരിക്കും. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ പീസസിലോട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കാണും. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. വരഞ്ഞില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ വരണമെങ്കിൽ വരാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോണത് 1 ടീസ്പൂണോളം ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഷുഗർ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതും കൂടി നമുക്ക് പുരട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മളൊരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ രാത്രിയിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്താൽ മതി. അപ്പോൾ അത്രയും നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കും. അല്ല പകൽ മുഴുവനും വെച്ചിട്ട് രാത്രിയിൽ എടുക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. രാവിലെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നൈറ്റ് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 3 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ പോണത്. ഇതപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 3 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് എൻ്റെ മൈക്രോവേവ് ഓവൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്രോവേവ് ഓവൻ. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അൺബോക്സിങ് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഗിഫ്റ്റ് തന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തിൽ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകിൽ നമുക്കിത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാം. പ്ലഗ് ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രീഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റാക്ക് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യുക.
അതിപ്പോൾ ഞാൻ ചെയ്യണില്ല, കാരണം ഞാൻ ഒരുപാട് ഇവരുടെ മാനുവലിലൊക്കെ നോക്കി അതിനകത്ത് ഗ്രില്ലിംഗ് ടിപ്പിനകത്തിൽ പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് കൺവെൻഷനത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗ്രില്ലിംഗ് ടിപ്പിനകത്തിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇനി മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അതും പ്രീ ഹീറ്റ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്തത്. പക്ഷേ എല്ലാം ഇനി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നിങ്ങളൊരു ബീപ്പ് സൗണ്ട് കേട്ടാണല്ലോ. ഒരു 1 ബീപ്പാണ് അടിക്കണമെങ്കിൽ ഓവൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ മീനിങ്. ഇപ്പോൾ 2 ബീപ്പ് സൗണ്ടാണ് കേൾക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുക എന്നാണ് എൻ്റെ മീനിങ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റാക്കിൽ നമ്മളുടെ സാധനം, അതായത് നമ്മളുടെ ചിക്കൻ പീസസ് എല്ലാം അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ റാക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി പീസസ് എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓവൻ നമ്മളിവിടെ പ്ലഗ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവനകത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഞാൻ നമ്മുടെ ഓവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റാക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് ഭയങ്കര, അതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ റാക്ക് അതിനകത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല പൊക്കം കൂടിയ റാക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതും കൂടി കാണും, അത് വേണ്ട. അതിലല്ല നമ്മൾ ഗ്രില്ല് ചെയ്യണത്, അതിൽ പൊക്കം കൂടിയതിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഓവൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതങ്ങനെ ഓവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് പ്രോസസ്സാണ് നമ്മളിതിനകത്ത് ചെയ്യാൻ പോണത് അത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു മൈക്രോ ഗ്രില്ലുണ്ട്, തൊട്ട് താഴെ തന്നെ ഒരു ഗ്രിൽ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഗ്രില്ലിങ് മാത്രമാണെങ്കിൽ നമുക്ക് ഗ്രിൽ ഓപ്ഷൻ മാത്രം ചെയ്താൽ മതി. മൈക്രോ ഗ്രില്ലെന്ന് പറയുമ്പോൾ അതിന് 2 സ്റ്റേജസ് ഉണ്ട്. അതായത് കോമ്പിനേഷൻ കുക്കിംഗ് ആണ്, അതായത് അകമൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രില്ല് അതും കൂടി രണ്ട് മിക്സാണ് കേട്ടോ. അപ്പോൾ മൈക്രോ പ്ലസ് ഗ്രില്ലിൽ C1 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് കോമ്പിനേഷൻ 1. അപ്പോൾ അതിനകത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലും ഗ്രില്ലിങ്ങും, അതായത് ബാക്കി മൈക്രോവേവും, അതായത് ഒരു 70% ഗ്രില്ലിങ്ങും ബാക്കി മൈക്രോവേവും ആണ്. അപ്പോൾ അതിൽ C2 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി C2. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുന്ന C2ൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മൈക്രോവേവും അതിൽ ഒരു കുറവാണ്, ഗ്രില്ലിങ് കുറവുമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ C1 ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും, C2 ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുള്ളൂ. അപ്പോൾ ഗ്രില്ലിങ് മാത്രമാണെങ്കിൽ കുറേ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ പുറമേ നന്നായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ആ ഒരു സ്റ്റൈലിൽ കിട്ടും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോണത് മൈക്രോ പ്ലസ് ഗ്രില്ലിൽ C2 എന്നുള്ള ഓപ്ഷനാണ്, കാരണം അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ C2 ഓപ്ഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ശ്രദ്ധിച്ചോ, മൈക്രോ പ്ലസ് ഗ്രില്ലാണ്. C1 വന്നു, C2 വന്നു. ഓക്കെ, അതേമേൽ കണ്ടല്ലോ, C1ഉം C2ഉം വന്നു. അപ്പം ഞാൻ C2ലാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടൈം എത്ര ടൈമാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 10 മിനിറ്റ്സും ഉണ്ട്, സെക്കൻഡ്സും ഉണ്ട്. ഇവിടെ മിനിറ്റ്സ് ആണ്, ഇത് സെക്കൻഡ്സും ആണ്. അപ്പം ഞാൻ മിനിറ്റാണോ ചെയ്യാൻ പോണത്. അപ്പോൾ 10 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +1 +2 12 മിനിറ്റ് മൈക്രോ ഗ്രിൽ മെത്തേഡാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ മൈക്രോവേവിൽ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ, ഇത് വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളതാണ്. വീണ്ടും നമുക്ക് എന്തെങ്കിലും ടൈമോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ബട്ടൺ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈമോ എന്താണ് മെത്തേഡ് മാറ്റണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. അല്ല ഈ പ്രോഗ്രാം തന്നെ വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ, ഇത് ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ബട്ടണിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം കേട്ടോ. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം സ്റ്റോപ്പായി പോകും. അപ്പോൾ
നമുക്ക് അതിനകത്ത് നിന്ന് അത് കഴിയുമ്പോൾ അത് അതിനകത്ത് നിന്ന് എടുക്കാം. അപ്പോൾ സത്യത്തിൽ ഈ മൈക്രോവേവിന് സൗണ്ട്, ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഇട്ടിട്ട് നമ്മുടെ റോസ് ഇവിടെ കിടന്ന് കുരയ്ക്കണേ. അവർക്കത് സൗണ്ട് ഇട്ട് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇനി ഒരു 4 സെക്കൻഡും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് ഇവിടെ. ഇതാ അപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്നു നോക്കാം. പകുതി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല ഹീറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കയ്യിൽ നന്നായിട്ട് എന്തെങ്കിലും ഗ്ലൗസോ അതേപോലെ എന്തെങ്കിലും ക്ലോത്തോ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇതപ്പോൾ ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് രണ്ടും കൂടി കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഒരു പകുതി ആയിട്ടുണ്ട്. അപ്പം ഇതാ കണ്ടില്ലേ, അത്യാവശ്യം കുക്കായിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നിനി തിരിച്ചു വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കുക. ഇതാ കണ്ടല്ലേ, നല്ല ജ്യൂസിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒരു പ്ലേറ്റ് വയ്ക്കാം കേട്ടോ. താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഇതൊക്കെ ആ പ്ലേറ്റിലോട്ട് തന്നെ വീഴും. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഇതാ അങ്ങനെ തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വെച്ചിട്ട് ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് C1 വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടൈം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം, കരിഞ്ഞൊന്നും പോവരുത്. അപ്പം ഞാനിപ്പോൾ വീണ്ടും C2 തന്നെയാണ് ചെയ്യാൻ പോണത്. കാരണം അറിയാമല്ലോ, നമ്മളിപ്പം ചിക്കനായാലും എന്ത് മീറ്റ് ആണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണമെന്നാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് C2 തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെന്തിട്ട് എടുക്കുക. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ. ഇതപ്പം ഞാൻ വീണ്ടും എടുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിയിൽ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഓവനിൽ വെക്കുന്ന ടൈപ്പ് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ അതിനകത്തിലേക്ക് തന്നെ വരും. അപ്പോൾ ഇനി വീണ്ടും ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ മൈക്രോ പ്ലസ് ഗ്രില്ല് ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. C1 C2 ചെയ്യണത്. 10 മിനിറ്റ്സ് ആദ്യം 10 മിനിറ്റ്സ് ചെയ്തിട്ടുണ്ട്. +1 +2 12 മിനിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൽ ഇത് തിരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്രില്ല് മാത്രം വേണമെങ്കിൽ അത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുക്ക് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് C2 തന്നെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് കൊടുക്കണതല്ലേ, അപ്പോൾ കുറച്ച് നന്നായിട്ട് വേവട്ടെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ സെക്കൻഡ് ടൈമിൽ വെച്ച് കൊടുത്തതും ടൈം കഴിഞ്ഞപ്പോൾ എൻ്റെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ഗ്രില്ല് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എടുത്തിട്ട് നോക്കാം. പുറമേ കന്ന് കാണുമ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് വെച്ചിട്ട് നോക്കാം. നമ്മൾ 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ലെഗിൻ്റെ പീസ് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അകമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം പുറമേ എല്ലാം നല്ല ഗ്രില്ല് ഒരു സ്റ്റൈലിൽ എത്തിയിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഗ്രില്ല്, അതായത് പുറമേ നല്ല മുരിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഗ്രില്ലിൽ മാത്രം വെക്കാം കേട്ടോ. പക്ഷേ അത് കരിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു നോക്കാം. ആഹാ, നല്ല സെറ്റപ്പായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ചൂടുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാം നല്ല അകത്തുനിന്നൊക്കെ ജ്യൂസി പോലെ ഇങ്ങനെ കണ്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. തിരിച്ച് കാണിക്കണമെങ്കിൽ തിരിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല ആ ഒരു കട്ടിങ്, അതായത് ഗ്രിൽ റാക്കിൻ്റെ ആ കട്ടിങ് വരെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്രില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാനിപ്പോൾ കണ്ടില്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വെച്ചില്ലേ, തിരിച്ചു വെക്കുമ്പോൾ വേണമെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടി ബട്ടർ പുരട്ടി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി ബട്ടർ പുരട്ടിയിട്ട് ഗ്രില്ലിൽ വെക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിത് മയോണൈസ് കൂട്ടി കഴിക്കാവുന്നതാണ്. എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്, അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്, എൻ്റെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.